ചെറുതെങ്കിലും ഇമ്മിണി ബാല്യകാര്യം. 2006 ഏപ്രിൽ 23-നാണ് അത് സംഭവിക്കുന്നത്. അപരിചിതമായ പെരുമാറ്റവും വസ്ത്രവുമായിരുന്നു ആളുകൾ അയാളെ ശ്രദ്ധിക്കാനുള്ള കാരണം. കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു സോവിയറ്റ് മിലിറ്ററി യൂണിഫോം ആയിരുന്നു അയാൾ ധരിച്ചിരുന്നത്. അയാളുടെ കയ്യിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്യാമറയും ഉണ്ടായിരുന്നു. ഒരു എലി കെണിയിലകപ്പെടുമ്പോൾ എങ്ങനെയാണോ അതുപോലെയായിരുന്നു അയാളുടെ ഭാവവും. മറ്റേതോ ലോകത്തു നിന്നും പ്രത്യക്ഷപ്പെട്ട ഒന്ന് എന്ന രീതിയിലായിരുന്നു ആളുകൾ അയാളെ കണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു പോലീസ് കാർ അതുവഴി പോയി. അവരവിടെ നിർത്തി. അയാളോട് എന്തൊക്കെയോ ചോദിച്ചു. പക്ഷെ അയാൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ പരിഭ്രമിച്ച പോലെയായിരുന്നു അയാൾ പെരുമാറിയത്. താൻ എവിടെയാണ് വന്നു പെട്ടത് എന്നറിയാത്ത രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റം. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നറിയാൻ പാകത്തിന് എന്തെങ്കിലും ഒരു ID നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. അയാൾ പോക്കറ്റിൽ നിന്നും എന്തോ ഒന്നെടുത്ത് പോലീസിന് കൊടുത്തു. അപ്പോഴേക്കും ആളുകൾ അവിടെ കൂടിയിരുന്നു. അയാൾ കൊടുത്ത ആ ഡോക്യുമെന്റ് കണ്ട് പോലീസ് ഞെട്ടിപ്പോയിരുന്നു. അന്ന് അയാൾ കാണിച്ച ID അയാളുടെ രാജ്യമായി മെൻഷൻ ചെയ്തിരുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. 2006-ൽ സോവിയറ്റ് യൂണിയൻ എന്നൊരു രാജ്യമില്ലല്ലോ. കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന വലിയ രാജ്യത്തിൻ്റെ ഒരറ്റം മാത്രമായിരുന്നു യുക്രൈൻ. ഇനി ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ രാജ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു വൃദ്ധനായിരുന്നെങ്കിലോ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. എന്നാൽ 2006-ൽ പ്രത്യക്ഷപ്പെട്ടത് കഷ്ടിച്ച് 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു. 1932-ലാണ് അയാൾ ജനിച്ചത് എന്ന് ആ ID-യിൽ എഴുതിയിരുന്നു. അതിലെ ഫോട്ടോ അയാളുടേതുമായിരുന്നു. സെർഗെ പൊനമറങ്കോ എന്നായിരുന്നു ആ ID-യിൽ അയാളുടെ പേരായി എഴുതിയിരുന്നത്. ആ ID-യിൽ പറയുന്നത് സത്യമാണ് എങ്കിൽ 2006-ൽ അയാൾക്ക് 73 വയസ്സുണ്ടാവണം. പക്ഷേ ഇവിടെ പ്രത്യക്ഷപ്പെട്ട വ്യക്തിക്ക് കണ്ടാൽ ഒരു 30 വയസ്സിൽ കൂടുതൽ പ്രായം എന്തായാലും പറയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ സംഭവിച്ചത് എന്തായിരിക്കും? ഒരു ടൈം ട്രാവൽ ആയിരിക്കും. പലരും അങ്ങനെയും ചിന്തിച്ചിരുന്നു. ഇത് ഏതാണ് വർഷമെന്ന് നിങ്ങൾക്കറിയാമോ? കൂടുതൽ ആരോ ഒരാൾ അയാളോട് ചോദിച്ചു. അതിന് മറുപടിയായി അയാൾ പറഞ്ഞത് പലരെയും അത്ഭുതപ്പെടുത്തി. ഏപ്രിൽ 23, 1958. നിങ്ങൾ ഭൂതകാലത്ത് നിന്നും വന്നതാണോ? ഒരാൾ ചോദിച്ചു. ആ രീതിയിലുള്ള ചർച്ചകളും അവിടെ നടന്നിരുന്നു. എന്നാൽ പോലീസ് ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ സഹായത്തിനായി ആദ്യം വിളിച്ചത് മാനസിക രോഗ ആശുപത്രിയിലേക്കായിരുന്നു. തനിക്ക് ഭ്രാന്തില്ല എന്ന് അയാൾ ഉറക്കെ പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞ യാതൊന്നും പോലീസ് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ അയാളെ നിർബന്ധിച്ച് മാനസിക രോഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ സെർഗയെ പരിശോധിച്ചത് പവേൽ ക്രൂട്ടിക്കോവ് എന്നൊരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. പോലീസിന്റെ വിശദീകരണത്തിൽ വലിയ വിശ്വാസം തോന്നാഞ്ഞ ഡോക്ടർ സെർഗയുമായി സംസാരിക്കാൻ തീരുമാനിച്ചു. പോലീസുകാരോട് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ID-യിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നും താൻ 1932-ൽ സോവിയറ്റ് യൂണിയനിൽ ജനിച്ച 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നും ഫോട്ടോഗ്രാഫിയിലുള്ള താല്പര്യം കൊണ്ടാണ് ക്യാമറയുമായി താൻ ഇവിടെ എത്തിയത് എന്നും അയാൾ പറഞ്ഞു. 1958-ൽ നിന്നും 2006-ലേക്ക് നിങ്ങളെങ്ങനെ എത്തിയെന്ന ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അയാൾ പറയുന്നു, ഒരു ഫോട്ടോ എടുക്കാനായി ക്യാമറയുമായി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞാൻ. അല്പദൂരം നടന്നപ്പോൾ ഒരു ബെല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു വസ്തു ഞാൻ കണ്ടു. പതിയെ അത് ഉയർന്നു പൊന്തി. അതിനടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ അത് പെട്ടെന്ന് തന്നെ പറന്നു പോവുകയും ചെയ്തു. കൗതുകം തോന്നിയ ഞാൻ അതിൻ്റെ ചിത്രമെടുത്തു. ആ ചിത്രം എടുത്ത പാടും എനിക്ക് ചുറ്റുമുള്ള നഗരം മാറിപ്പോവുകയായിരുന്നു. അപരിചിതമായ ഒരു നഗരമായി മാറുകയായിരുന്നു. സെർഗെ പറഞ്ഞത് കേട്ട് ഡോക്ടർ അമ്പരന്ന് പോയിരുന്നു. ഇയാൾക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഇയാൾ പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറത്താണ്. എന്നാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഇയാളുടെ ക്യാമറയിലെ ഫിലിം ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കണം. അതിനായി സെർഗയുടെ ക്യാമറ ഡോക്ടർ ആവശ്യപ്പെട്ടു. തൻ്റെ കയ്യിലുള്ള ആ പഴയ ക്യാമറ അയാൾ ഡോക്ടർക്ക് നേരെ നീട്ടി. അതൊരു അറുപഴഞ്ചൻ ക്യാമറയായിരുന്നു. യഷിക ഫ്ലെക്സിൻ്റെ മോഡൽ C ക്യാമറ. 1970-കൾക്ക് മുമ്പേ പ്രൊഡക്ഷൻ നിർത്തിയ ഒരു മോഡൽ. അതുകൊണ്ട് തന്നെ പഴയ ക്യാമറകളിൽ പ്രഗത്ഭനായ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ച് ആ ഫിലിം പരിശോധിപ്പിച്ചു. ക്യാമറ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് അത്ഭുതമായി. 1953-ൽ പ്രൊഡക്ഷൻ ആരംഭിച്ച ഡ്യുവൽ ലെൻസ് ക്യാമറയായിരുന്നു അത്. പലപ്പോഴും ഇത്തരം ക്യാമറകൾ പലരും എടുത്തു വയ്ക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഈ ക്യാമറ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അത്രയ്ക്കും പുതുമയുടെ മണമുള്ള പുതുപുത്തൻ ക്യാമറയായിരുന്നു അത്. എന്നാൽ ഫോട്ടോഗ്രാഫർ അത്ഭുതപ്പെട്ടു പോയത് മറ്റൊരു കാഴ്ചയിലായിരുന്നു. ആ ക്യാമറയുടെ ഉള്ളിലുള്ള ഫിലിം. 1960-കളിൽ പ്രൊഡക്ഷൻ നിർത്തിയ ആ ഫിലിം പുതുപുത്തനായി തന്നെ ആ ക്യാമറയ്ക്കുള്ളിലുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ ആ ഫിലിം ഡെവലപ്പ് ചെയ്തു. അതിൽ തെളിഞ്ഞ ചിത്രം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സെർഗെ പറഞ്ഞതുപോലെ ഒരു ബെല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു വസ്തു വായുവിൽ പൊന്തി നിൽക്കുന്നു.
അതെന്താണെന്ന് അവർ സെർഗിയോട് ചോദിച്ചു. അപ്പോൾ നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന്. പക്ഷെ നിങ്ങളെപ്പോലെ ആ വസ്തു എനിക്കും അപരിചിതമാണ്. അത്ഭുതം തോന്നിയ ഞാൻ അതിൻ്റെ ചിത്രമെടുത്തു. പിന്നെ ഞാൻ കണ്ടത് നിങ്ങളുടെ ലോകമാണ്. ഞാൻ ജീവിച്ച എൻ്റെ നാട് എനിക്ക് പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു. ആ ഫിലിമിലെ ചിത്രങ്ങളെല്ലാം അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിലവർക്ക് കാണാൻ സാധിച്ചത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കീവ് നഗരത്തിൻ്റെ ചിത്രങ്ങളായിരുന്നു. പഴകിയ ഒരു ഫിലിമിൽ നിന്നും ഡെവലപ്പ് ചെയ്തതുപോലെയല്ല, പുതുപുത്തൻ ഫിലിമിൽ നിന്നും ഡെവലപ്പ് ചെയ്തതുപോലെ വ്യക്തമായ ചിത്രങ്ങൾ. കൂടുതൽ അന്വേഷണങ്ങൾക്കായി സെർഗെ ഇരുന്ന മുറിയിലേക്ക് പോലീസുകാർ ചെന്നു. അവർ കണ്ടത് ഒഴിഞ്ഞു കിടക്കുന്ന ആ മുറിയായിരുന്നു. സെർഗെ അപ്രത്യക്ഷനായിരുന്നു. CCTVയിൽ പോലീസുകാരോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരുന്ന സെർഗയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. എന്നാൽ ആ മുറിയിൽ നിന്നും അയാൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ക്യാമറയിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ അതോടുകൂടി അന്വേഷണം നിർത്തിവെക്കാൻ പോലീസും തയ്യാറായില്ല. സെർഗയുടെ ക്യാമറയിൽ നിന്നും കണ്ട ഒരു ചിത്രത്തിൽ സെർഗയോടൊപ്പം ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കേന്ദ്രീകരിച്ച് അവർ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം അവസാനിച്ചത് വാലന്റീന ക്യൂലിക് എന്ന 74 വയസ്സുള്ള ഒരു സ്ത്രീയിലാണ്. കൂടുതൽ അന്വേഷണത്തിൽ അവരുടെ കയ്യിലെ ഒരു ആൽബത്തിൽ സെർഗയുടെ ക്യാമറയിൽ നിന്നും കിട്ടിയ ഒരു ഫോട്ടോയുടെ പ്രിന്റ് പോലീസ് കണ്ടെടുത്തു. അവർ പറയുന്നു ആ ചിത്രം 1958 സെർഗയുടെ ക്യാമറയിൽ എടുത്തതാണ് എന്ന്. അവരുടെ ഭർത്താവായിരുന്ന സെർഗെ 1958 ഏപ്രിൽ മാസത്തിൽ ഒരു ദിവസം എങ്ങോട്ടേക്കോ അപ്രത്യക്ഷനായിരുന്നതായി അവർ പറയുന്നു. അതവർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിറ്റേന്ന് തിരികെ വന്ന അദ്ദേഹം വളരെ വ്യത്യസ്തനായാണ് പെരുമാറിയിരുന്നത്. എവിടേക്കാണ് പോയതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഒന്നും അയാൾക്കുണ്ടായിരുന്നില്ല. അയാൾ ഇപ്പോൾ എവിടെയാണ്? പോലീസുകാരിൽ ഒരാൾ വാലന്റീനയോട് ചോദിച്ചു. ആ സംഭവത്തിനും 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ അപ്രത്യക്ഷനായിരുന്നു. അതിന് തൊട്ടു മുമ്പ് ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നതായും വാലന്റീന പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ അപ്രത്യക്ഷനായത് 2006 എന്നും അവിടെ താൻ ചില കാര്യങ്ങൾ കണ്ടു എന്നും അതിനെയെല്ലാം ഒരു തമാശയായി മാത്രമേ വാലന്റീന കണ്ടിരുന്നുള്ളൂ. ആ തിരോധാനത്തിനും ഏതാനും വർഷങ്ങൾക്ക് ശേഷം വാലന്റീനയെ തേടി ഒരു കത്ത് വന്നിരുന്നു. അതിലൊരു ചിത്രമുണ്ടായിരുന്നു. ഏതാണ്ട് 40 വയസ്സ് പ്രായം തോന്നുന്ന ഒരാളുടെ ചിത്രം. എന്നാൽ അയാളുടെ കണ്ണുകളിൽ വാലന്റീന തിരിച്ചറിഞ്ഞു അത് തൻ്റെ ഭർത്താവായിരുന്നു എന്ന്. പക്ഷേ ആ ചിത്രത്തിന് പിന്നിലും ഒരു അത്ഭുതമുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ സെർഗയുടെ പിറകിലുള്ളത് കീവിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് എന്ന് അവർ കണ്ടെത്തി. ആ നദിക്ക് പിന്നിൽ വലിയ വലിയ കെട്ടിടങ്ങളും കാണാമായിരുന്നു. അതായത് ഇന്ന് ആ നദിക്ക് പിന്നിലുള്ള കെട്ടിടങ്ങളെക്കാൾ വലിയ കെട്ടിടങ്ങൾ. അതിലൂടെ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു ചിത്രം നമ്മുടെ ഇന്നത്തെ വർത്തമാനകാലത്തിനും അപ്പുറത്തുള്ള ഏതോ ഭാവി കാലത്തിൽ നിന്നും സെർഗെ അയച്ചതായിരിക്കാം എന്നാണ്. തെളിവുകളുള്ള ടൈം ട്രാവൽ, അങ്ങനെയാണ് ഇന്റർനെറ്റിൽ ഈ ഒരു അനുഭവം അറിയപ്പെടുന്നത്. ഇന്റർനെറ്റിൽ ഒന്ന് പരതു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോലീസുകാർ സെർഗയെ ചോദ്യം ചെയ്യുന്ന വീഡിയോകളും സെർഗെ എടുത്ത UFOയുടെ ചിത്രങ്ങളും. സെർഗയെ പരിശോധിച്ച സൈക്യാട്രിസ്റ്റ് പറയുന്നു, ചിലപ്പോൾ സെർഗെ കണ്ടത് ഒരു UFO ആണെങ്കിലോ, അങ്ങനെയായിരിക്കാം അയാൾ ടൈം ട്രാവൽ ചെയ്തതെങ്കിലോ എന്ന്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഇനി പറയാം, ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, യാഥാർത്ഥ്യമാണ്. തെളിവുകളുള്ള ടൈം ട്രാവൽ എന്ന പേരിൽ പല റീലുകളിലും വിശദീകരിക്കുന്ന ഈ കഥ പൂർണ്ണമായും കെട്ടിച്ചമച്ച ഒരു കഥയാണ്. അതേക്കുറിച്ച് അറിയണമെങ്കിൽ ബാക്കി കൂടി കേൾക്കണം. യഥാർത്ഥത്തിൽ ഈ കഥ ആരംഭിക്കുന്നത് 2006 2012 2012 യുക്രൈനിലെ 1+1 എന്നൊരു ചാനൽ നടത്തിയ ഏലിയൻ ഷോ എന്ന പരിപാടി. ആ പരിപാടിയിലെ 3ാമത്തെ എപ്പിസോഡായ ടൈം ട്രാവലറിൽ വിശദീകരിക്കുന്ന ഒരു കഥ മാത്രമാണിത്. ആ കഥയെ പ്രേക്ഷകർ വിശ്വസിക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ചെടുത്ത പല വീഡിയോകളും അതിൽ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. ശേഷം ജാങ് ഹാൻസോൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇതെല്ലാം പെറുക്കിയെടുത്ത് തെളിവുകളുള്ള ടൈം ട്രാവൽ സ്റ്റോറി എന്ന പേരിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകണ്ട് പല യൂട്യൂബേഴ്സും തെളിവുകളുള്ള ടൈം ട്രാവൽ സ്റ്റോറി പ്രചരിപ്പിച്ചു. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു അത്തരത്തിൽ ചില യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാമേഴ്സും. യഥാർത്ഥത്തിൽ 1+1 എന്ന ചാനൽ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട്, ഇതിൽ പറയുന്നതൊന്നും ശാസ്ത്രീയമായി തെളിവുകളുള്ളതല്ല എന്നും ഇതെല്ലാം എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത് എന്നും. ടൈം ട്രാവൽ എന്നാൽ ഒരിക്കലും സംഭവിക്കാത്ത വിഷയമാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ പലരും ഇല്ലാ കഥകൾ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ മണ്ടന്മാരാക്കുന്നുണ്ട്. കഥകളെ കഥകളായി മാത്രം കണ്ടാൽ മതി.